ഭൂവസ്ത്ര കൊടുത്തതിൻ്റെ റിസൾട്ടാണ്. ഇതിൽ 4 തൈകൾക്ക് കൊടുത്തിട്ടുണ്ട്, 1 കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. കുഞ്ഞുമോൻ ചേട്ടാ, അതിന് കൊടുത്തിട്ടില്ല, ഇതിന് കൊടുത്തിട്ടില്ല, ബാക്കി ഈ 4 കൊടുത്തിട്ടുണ്ട്. ഈ 4 നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ മാറ്റം ശരിക്കും നമുക്ക് വിസിബിളാണ്, കാണാൻ പറ്റുന്നുണ്ട്. നല്ല പച്ച ഇലയായിട്ടാണ്, നന്നായിട്ട് തെഴുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മാറ്റം. ഈ 4 നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിന് നമ്മൾ ഇട്ടിട്ടില്ല, ഭൂവസ്ത്രം ഇട്ടിട്ടില്ല. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വേണ്ട രീതിയിലുള്ളൊരു ഗ്രോത്ത് ഇതിനെ അപേക്ഷിച്ചിട്ട് അതിനില്ല. നമ്മൾ ഭൂവസ്ത്ര ഇട്ടിട്ടുള്ള കവുങ്ങ് തൈകളാണിത്. അപ്പോൾ അതിൽ 3 മാത്രം ഇട്ടിട്ടില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ 3 അല്ലേ? ഓക്കെ. അപ്പം ഈ 3 മാത്രം ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും മറ്റുള്ളവരുമായിട്ടുള്ള ഗ്രോത്തിലെ വ്യത്യാസം. ബാക്കി മുഴുവനും നമ്മൾ ഭൂവസ്ത്രം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മാറ്റമാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. മറ്റൊരു റിസൾട്ടാണ് നമുക്ക് തെങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഏത് തെങ്ങാണ്? ആണല്ലേ? ഓക്കെ. ഇത് നിങ്ങൾ എന്താ ചെയ്തത്? ഇത് ഞാൻ ഇവിടെ നിന്നിട്ട് എന്നിട്ട് അതിൻ്റെ മാറ്റം എന്താ സംഭവിച്ചേ? കായ ഉണ്ടായില്ലായിരുന്നു മുമ്പേ? അതിനുശേഷം കായ ഉണ്ടായി. ഓക്കെ. അപ്പോൾ നല്ല മാറ്റമാണ്. കൊഴിഞ്ഞു പോകുന്നില്ല. ഭൂവസ്ത്രം മാത്രമല്ല ഇട്ടത്? ഓക്കെ. നമ്മൾ കാക്കവയൽ, ഈങ്ങാപ്പുഴ താമരശ്ശേരിക്ക് അടുത്ത് കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വന്നതാണ്. ഇദ്ദേഹത്തിന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഭൂവസ്ത്രം മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റുള്ള ഉൽപ്പന്നം കൂടെ ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെതായ റിസൾട്ടും കൂടെ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഓരോരുത്തരും ഈ നമ്മുടെ ഭൂവസ്ത്ര അടക്കമുള്ള ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.